നമസ്കാരം. ഒരു വാർത്താ വിശകലന വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വാർത്ത കേട്ട സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് ആലോചിച്ച സമയത്ത് എൻ്റെ മൈൻഡിലേക്ക് ആദ്യം വന്നത് ഒരു സിനിമയിലെ സീനാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോമഡി സീനാണ്. ശ്രീനിവാസൻ, മാമുക്കോയ എന്നിവർ ഒരു വാഹന അപകടത്തിൽപ്പെട്ടിട്ട് ആശുപത്രിയിൽ കിടക്കുകയാണ്. അവിടേക്കാണ് ഇന്നസെന്റ് അവതരിപ്പിക്കുന്ന കഥാപാത്രം വന്നിട്ട് ഒരു കോമഡി പറയുന്നത്. ഒരു ഡാർക്ക് ഹ്യൂമറാണ്. ആ ഒരു ഡാർക്ക് ഹ്യൂമർ കേട്ടതിന് ശേഷം മമ്മൂക്കയെ മാറ്റി നിർത്തിയിട്ട് ഇന്നസെന്റിന്റെ ചെകിട്ടത്ത് ഒരു അടി കൊടുക്കുന്നുണ്ട്. ഒരുത്തൻ വയ്യാതെ കിടക്കുന്ന സമയത്താണോടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നരുത്. The Apollo Hospital neurosurgeons cut through my skull and tried to find something and found nothing. Totally empty. So they gave up and just patched it up. Here I am in Delhi with a patched up skull but no damaged brain. വയ്യാതെ കിടക്കുന്ന സദ്ഗുരുവിനെ അപമാനിക്കാൻ വേണ്ടിയല്ല ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ജഗ്ഗി വാസുദേവ് എന്ന സദ്ഗുരു ആളുകളുടെ മനസ്സിൽ ഇടം നേടിയത് അദ്ദേഹത്തിൻ്റെ കുറേയധികം ഊഹാപോഹങ്ങൾ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ളത് വളരെ താളാത്മകമായി പറഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെ സംസാരത്തിലെ ഒരു താളാത്മകതയും വേഷഭൂഷാദികളിലെ വ്യത്യസ്തതയും ആശ്രമവും യോഗയും ജീവിതചര്യയും ആസനങ്ങളും എല്ലാം നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലുള്ള ഒരു വലിയ മജോറിറ്റിയെ സ്വാധീനിക്കാനായിട്ടും ഒരു ദൈവപുരുഷനായിട്ട് സ്വയം മാറാനായിട്ടും അടിസ്ഥാനപരമായിട്ട് ആളുകൾ കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ചില സംഭവങ്ങൾ മാത്രമാണിത്. ഈ സദ്ഗുരു ജഗ്ഗി വാസുദേവ് ഓഷോയുടെ സെയിം ഡിറ്റോ കോപ്പി അടിച്ചിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു മാറ്റവും ഇല്ല. ഓഷോയുടെ ലൈഫിനെ കുറിച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ബിസിനസ് പ്ലാനിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ബിസിനസ് നെറ്റ്വർക്കിൻ്റെ വളർച്ചയെക്കുറിച്ചിട്ടും അതിൻ്റെ രീതികളെക്കുറിച്ചിട്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ സെയിം ഡിറ്റോ മോഡലാണ് സദ്ഗുരുവും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പ്രത്യക്ഷത്തിൽ സാധാരണക്കാരനെ ബാധിക്കാത്ത പൈസ ഉള്ളവൻ്റെ ചില വിനോദങ്ങളായിട്ട് മാത്രം കൺസിഡർ ചെയ്യപ്പെടുന്ന ഇഷ ഫൗണ്ടേഷനും അതേപോലെ തന്നെ സദ്ഗുരുവും ഒക്കെ ശരിക്കും നമ്മളെ ബാധിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ പല ബിസിനസ് ചെയ്യുന്ന ആളുകൾ ചെറുതും വലുതുമായിട്ടുള്ള ഏത് കാര്യം ചെയ്താലും ടാക്സ് അടയ്ക്കുന്ന സമയത്ത് ഇവരുടെ ബിസിനസ്സിനൊന്നും ടാക്സ് ഇല്ല. ഇവരുടേത് പലതും ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അണ്ടറിലാണ് വരുന്നത്. അവരിലേക്ക് പമ്പ് ചെയ്യുന്ന ആ ഒരു പൈസ ഉണ്ട്. ഇവിടെയുള്ള സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇവർ ഈ ഒരു പൈസ ടാക്സ് ആയിട്ട് അടയ്ക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന ചാരിറ്റിയുടെ ഒക്കെ എത്രയോ ഇരട്ടി ഗുണം രാജ്യത്തിന് കിട്ടിയേനെ. പക്ഷെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇവർ ചെയ്യില്ല. ഓഷോ രജനീഷ് ഇതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിട്ടുള്ള മാ അനന്ത് ഷീലയുമായി ചേർന്ന് വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണ് അമേരിക്കയിലേക്ക് പോയത്. ഇവിടുത്തെ സ്ഥിതിഗതികൾ വഷളായ ഒരു സമയത്ത് സദ്ഗുരു കുറച്ചും കൂടെ വേറെ ഒരു രീതിയിൽ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. എന്നാലും ടോട്ടൽ ഫോർമാറ്റ് സെയിം തന്നെയാണ്. സദ്ഗുരു കഴിഞ്ഞ ദിവസം ആശുപത്രിയിലായി. അദ്ദേഹത്തിൻ്റെ ബ്രെയിനിലെ രക്തസ്രാവമാണ് ആശുപത്രിയിലാവാനുള്ള കാരണം. കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് അദ്ദേഹത്തിന് തീവ്രമായിട്ടുള്ള തലവേദനയായിരുന്നു. വേദന സഹിക്കാൻ പറ്റാത്ത സമയത്ത് അദ്ദേഹം അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഡോക്ടർമാർ സദ്ഗുരുവിനെ ചികിത്സിച്ചു. അദ്ദേഹത്തിൻ്റെ തല തുറന്ന് ആ ഒരു ക്ലോട്ട് ആയിട്ടുള്ള ബ്ലഡും അതേപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളുമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു. മോഡേൺ മെഡിസിനിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രതിവിധികളുണ്ട്. ഡോക്ടർ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത് ഒരു അക്കാഡമിക് റെഫറൻസിന് വേണ്ടി ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യുകയാണ്. Sadhguru has just had a very life-threatening situation. He had headache for the last 4 weeks. The headache was very severe, and he was, ignoring the headache and doing all because he wanted to do all his normal activities. He was resuming all his functions, all his meetings. He even carried out the Mahashivratri function on 8th of March, despite the fact that he was in agonizing pain. He somehow ignored the pain and he continued with all his meetings. The pain really became severe on 15th of March. And that's when he consulted me, and we knew immediately that there was something sinister happening, the way the pain was worsening. And this was around 4 o'clock. I insisted that we have an MRI, but he had a very important meeting at 6 o'clock. He's so focused on his meetings. He told me, "Doctor, I've never, in 40 years of my life, I've never missed a meeting. And I can't miss this 6 o'clock meeting." Somehow we could actually persuade him, and we got an MRI done. And the MRI actually showed, that he had massive bleeding in the brain. It was outside the brain and below the bone. There was massive 2-time bleeding, some which had happened about 3 weeks back, one that had happened maybe 2 to 3 days back. But, we insisted that he gets admitted immediately. But because of his commitments, he just went ahead with his meeting at 6 o'clock without anybody getting to know that he was that unwell. Next day, he had a very important India Today conclave, which with lot of painkillers and sedation, he still attended that, and he, it was such a marvelous interview he gave. And we were surprised, that with so much of pain, so much of painkillers, so much of sedation, he could attend and, complete that meeting. 17th morning, however, he really got very unwell. He became very drowsy. While talking, he was, just dozing off. He had weakness of the left leg, and we had to rush him to hospital. And even at that time, he would never complain of pain. He would just say, "Doctor, I'm a little unwell." But that morning was the first time he said, "Doc, I think the time has come to do what you want to do."
And that's the first time we agreed, that we could go ahead with this. ഇതുപോലുള്ള കാര്യങ്ങൾ വാർത്തയാവുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ വീഴ്ച കണ്ട് സന്തോഷിക്കുന്നതുകൊണ്ടാണോ? അല്ല. ഇതുപോലുള്ള ആൾദൈവങ്ങളുടെ സ്ഥിരം ബിസിനസ് ഫോർമാറ്റിൽ അവർ ഏറ്റവും കൂടുതൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ ജീവിതചര്യ, ആരോഗ്യം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. പലപ്പോഴും ഇവരുടെ എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ തലവേദനയാണ്, അപ്പോൾ അതിൻ്റെ ഒരു റീസൺ കണ്ടെത്തുന്നതിനെ കുറിച്ചിട്ട് അവർക്ക് യാതൊരുവിധ ടീച്ചിങ്സും കൊടുക്കാനുണ്ടാവില്ല. അവരവിടെ എല്ലാം പറയുന്നത് അവരുടെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു യോഗയോ അല്ലെങ്കിൽ അവരുടെ ചര്യകളിൽ നിന്നിട്ട് അവർ കണ്ടെടുത്ത ഏതെങ്കിലും ഒരു കാര്യമൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഡയഗ്നോസ് ചെയ്യാത്തത് വലിയൊരു അപകടമാണ്. ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരാളുടെ നട്ടെല്ലിന് തേയ്മാനമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്ഥിരം വൈദ്യ രീതികളൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? നടുവേദന വരുന്ന സമയത്ത് തിരുമുക. ഈ നട്ടെല്ലിന് തേയ്മാനമുള്ള വ്യക്തിയെ എക്സ്റേ പോലും എടുക്കാതെ തിരുമ്മി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അങ്ങനെ ഒരു അനുഭവം എൻ്റെ അമ്മയ്ക്ക് ഉള്ളതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. ഈ ഡയഗ്നോസ് ചെയ്യുക, സ്കാൻ ചെയ്യുക, എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ചികിത്സിക്കുക എന്നീ കാര്യങ്ങളൊക്കെ മോഡേൺ മെഡിസിനുമായി ചേർന്ന് വന്ന ഒരു സംഗതിയാണ്. എന്നാൽ നമ്മളുടെ ഒരു കൾച്ചറൽ കണ്ടീഷനിങ് അനുസരിച്ചിട്ട് നമുക്ക് നേരിട്ട് കാണാതെ എല്ലാത്തിനും വിശ്വസിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അത് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മതം, ബാക്കിയുള്ള സ്ഥാപനങ്ങൾ, ആളുകൾ എല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് ഉണ്ടാക്കി തന്ന വലിയൊരു കഴിവാണ്. അതുകൊണ്ട് തന്നെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഡിനേ ചെയ്യുക, എവിഡൻസ് ചോദിക്കുന്ന ആളുകളെ മാറ്റി നിർത്തുക എന്നീ പരിപാടികളൊക്കെയാണ് നമ്മളുടെ മെയിൻ. എവിഡൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അടിസ്ഥാനപരമായിട്ട് മനുഷ്യനെ വേർതിരിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന അടിസ്ഥാന പ്രമാണമായിട്ടുള്ള ദൈവം, മതം പോലെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തേണ്ടി വരും. അങ്ങനെ ആ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന ആളുകൾക്കിടയിൽ എവിഡൻസ് ബേസ്ഡ് മെഡിസിന് എന്ത് പ്രാധാന്യമാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്? ഇവരെ പോലെ സമ്പന്നരായിട്ടുള്ള ആളുകൾ അറ്റകൈ പ്രയോഗത്തിൽ വലിയ വലിയ ഹോസ്പിറ്റലിൽ പോയി നൈസായിട്ട് ചികിത്സിച്ച് മുന്നോട്ടേക്ക് വരും. റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള സംഗതി. ദൈവമാണ് അസുഖങ്ങൾ തരുന്നത്, ദൈവമാണ് അത് മാറ്റി തരുന്നതും. അപ്പം ദൈവം അറിയാതെ ഒരു സാധനവും നടക്കില്ല. മരുന്നൊക്കെ കഴിക്കും, ഗതി കയറുന്ന സമയത്ത് സദ്ഗുരുവിനെ പോലെ നമ്മൾ മരുന്നുകൾ കഴിക്കും, മോഡേൺ മെഡിസിനെ ആശ്രയിക്കും. അപ്പോൾ അവിടെ വേറൊരു സംഗതി പറയും, അറിവ് ദൈവം തന്നാണ്. അസുഖങ്ങൾ ദൈവത്തിന് കൊടുക്കാതിരിക്കാം, പക്ഷേ അസുഖങ്ങൾ ദൈവം കൊടുക്കുകയും ചെയ്യും. അസുഖങ്ങൾ പുള്ളി പരിഹരിക്കും, ചില ആളുകളിൽ മാത്രം. അപ്പോൾ അസുഖങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ദൈവത്തിന് പോകും. ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ സൃഷ്ടിച്ച ദൈവത്തിലേക്ക് ക്രെഡിറ്റ് പോകും. ഇത്തരത്തിൽ പല രീതിയിൽ മിക്സപ്പായി കിടക്കുന്ന ചിന്തകളാണ്. സദ്ഗുരുവിനെ പോലുള്ള ആളുകൾ ഇതുപോലുള്ളൊരു വിളനിലത്താണ് അവരുടെ കൃഷി ഇറക്കുന്നതും നല്ല രീതിയിൽ വിളവ് കൊയ്യുന്നതും. തീവ്ര മതചിന്താഗതിയുള്ള ആളുകൾക്ക് രോഗവും രോഗശമനവും ദൈവത്തിൻ്റെ കയ്യിലുള്ള ഒരു സംഗതിയാണ്. അവരിൽ പല ആളുകളും ഏതെങ്കിലുമൊക്കെ രോഗമെന്ന് തട്ടിപ്പോവാറുണ്ട് എന്നുണ്ടെങ്കിലും അവർ മരിക്കുന്നതിന് മുമ്പ് കുറേയധികം ആളുകൾക്ക് ഇതുപോലെ എട്ടിൻ്റെ പണി കൊടുത്തിട്ടായിരിക്കും പോകുന്നത്. ആഫ്റ്റർ ഓൾ ഇതൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് ക്വാളിറ്റി ആൻഡ് പ്രോപ്പർ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ്. വിദ്യാഭ്യാസമുണ്ട്, അത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിലോ? ഇപ്പം നമ്മളുടെ കയ്യിൽ കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പ്രോപ്പർ എഡ്യൂക്കേഷൻ അല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മളും റോക്കറ്റ് വിടുന്നതിൻ്റെ മുമ്പ് ഫ്രണ്ടിൽ പോയിട്ട് തേങ്ങ ഉടയ്ക്കും. നമ്മൾക്കും ചില കാര്യങ്ങളെ മാറ്റി നിർത്താനായിട്ട് പേടിയാണ്. അപ്പം അതുകൊണ്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കാനായിട്ട് നമ്മൾ മെൻ്റലി എപ്പോഴും പ്രിപ്പയർഡാണ്. നമുക്ക് തെളിവില്ലാത്ത കാര്യങ്ങളാണ് കൂടുതൽ വിശ്വസിക്കാൻ ഇഷ്ടം. തെളിവുള്ള ഡാറ്റയുള്ള സ്റ്റഡിയുള്ള കാര്യങ്ങൾ വിശ്വസിക്കാനായിട്ട് വലിയ മടിയാണ്. കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോ കണ്ടാണ് നോർത്തിൽ നിന്ന്. ഒരു കൊച്ചുകുട്ടിയുടെ അസുഖം മാറാൻ വേണ്ടി ഒരു ആൾദൈവം, നാട്ടിലെ ലോക്കലാണ്, കൊച്ചിനെ നിലത്തിട്ട് ചവിട്ടി നല്ല രീതിയിൽ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രാക്ടീസുകളൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ട്. എല്ലാത്തിനെയും പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എഡ്യൂക്കേഷൻ ആർജിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മളുടെ ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾക്കും എല്ലാ ആളുകൾക്കും വേണ്ടിയുള്ളതാണ്. നന്ദി.